പ്രൈസ് ലോർഡ്. സങ്കീർത്തനങ്ങളുടെ തീരങ്ങളിലൂടെയുള്ള തീർത്ഥയാത്ര എന്ന ഈ ആത്മീയ ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം 4-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ് ചിന്തിക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ 4-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യമായിരുന്നു. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു, നീതിയായ ദൈവത്തോടുള്ളൊരു പ്രാർത്ഥനയായിരുന്നത്. ആ പ്രാർത്ഥന നീതിയായ ദൈവത്തോട് മാത്രമല്ലായിരുന്നു, വിശ്വസ്തനായ ദൈവത്തോടു കൂടിയായിരുന്നു. കാരണം ഞെരുക്കത്തിലിരുന്നപ്പോൾ വിശാലതയിലേക്ക് കൊണ്ടുവന്ന ഒരു ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. അതുമാത്രമല്ല, കൃപ കാണിക്കുന്ന ദൈവത്തോടുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. തൻ്റെ ചുറ്റും ഒരുപറ്റം ആൾക്കാർ നിൽപ്പുണ്ട്, ദാവീദിൻ്റെ ചുറ്റും. അവരാരൊക്കെയാണെന്ന് തനിക്ക് മനസ്സിലാക്കുവാൻ ഒരു പരിധിവരെ താമസിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അവരെ മനസ്സിലാക്കിയതിന് ശേഷം അവരിലേക്ക് നോക്കി അടുത്ത 2-ാമത്തെ വാക്യം പറയുകയാണ്. എന്നെ ഈ വചനം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ചുറ്റും ഒരു പക്ഷെങ്കിൽ ആയിരങ്ങൾ കാണാം, നമ്മെ അറിയാവുന്നവർ കാണാം, നമ്മുടെ കുടുംബക്കാർ തന്നെ, വലിയ കുടുംബക്കാർ അല്ലെങ്കിൽ ഒത്തിരി ബന്ധുമിത്രാദികൾ കാണാം. നമ്മെ ഇഷ്ടപ്പെടുന്നു എന്ന് നാം ചിന്തിക്കുന്ന ഒത്തിരി പേർ, ധാരാളം പേർ നമ്മുടെ ചുറ്റും കാണാം. എന്നാൽ അവരെല്ലാവരും നമ്മളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവരാണോ എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുകയാണ്. നമുക്ക് ഈ ആയിരങ്ങളും 10,000ങ്ങളും ഉള്ള ഒരു ബൃഹത്തായ ഒരു സൊസൈറ്റിയിൽ യഥാർത്ഥമായും നമ്മെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ടാവും? യഥാർത്ഥമായും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ടാവും? യഥാർത്ഥമായും നമ്മുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്നവർ എത്ര പേരുണ്ടാവും? നിശ്ചയമായും തുലോം കുറവായിരിക്കും അവരുടെ സംഖ്യ. നമുക്കിങ്ങനെ വേണമെന്ന് ചിന്തിക്കാം, നമ്മെ കണ്ട് ചിരിക്കുന്നവരെല്ലാം നമ്മുടെ സ്നേഹിതരാണോ എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നു. നമ്മോട് മുമ്പിൽ വന്ന് നല്ല വാക്ക് പറയുന്ന എല്ലാവരും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരാണോ എന്നുള്ളതും നാം ഇത്തരുണത്തിൽ ചിന്തിക്കേണ്ടതാണ്. നാം ചിന്തിക്കുന്നത് എല്ലാവരും നമുക്ക് കൂടപ്പിറപ്പുകളെ പോലെ, അല്ലെങ്കിൽ എല്ലാവരും നമുക്ക് ജീവൻ തന്ന് നമ്മെ സ്നേഹിക്കുമെന്നാണ്. ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് പോലെ, എൻ്റെ ദുഃഖത്തിൻ്റെ സമയത്ത് ഞാനും എൻ്റെ നിഴലുമല്ലാതെ ആരുമില്ല എന്ന് പറയുന്നത് പോലെ ഒരു പക്ഷെങ്കിൽ ഈ കൂടെ നിൽക്കുന്നവരാരും നമുക്കൊരാവശ്യം വരുമ്പോൾ കൂടെ കാണത്തില്ലെന്നുള്ളത് സത്യമാണ്. ദാവീദ് ഈ സമയങ്ങളിൽ കണ്ടെത്തുന്ന വലിയൊരു സത്യമെന്ന് പറയുന്നത്, തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ തൻ്റെ ചുറ്റും നിൽക്കുന്നവരാരാണെന്ന് ദാവീദിന് മനസ്സിലായി എന്നുള്ളതാണ്. 2-ാമത്തെ വാക്യത്തിൽ ദാവീദ് ചോദിക്കുന്നു, പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്ദയാക്കി മായ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏറെക്കുറെ മനസ്സിലായല്ലോ ദാവീദിന്റെ ചുറ്റും നിൽക്കുന്നവർ ആരായിരുന്നു എന്നുള്ളത്. ഒന്ന്, വ്യാജത്തെ മാനത്തെ നിന്ദയാക്കുന്നവരാ, തന്നെ അപമാനിക്കുന്നവരായിരുന്നു. 2-ാമതായി മായയെ ഇച്ഛിക്കുന്നവരായിരുന്നു, വാനിറ്റിയെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. 3-ാമതായി വ്യാജങ്ങളെ നിർമ്മിക്കുന്നവരായിരുന്നു, അല്ലെങ്കിൽ വ്യാജ കഥകൾ, കെട്ടുകഥകളെ നിർമ്മിക്കുന്നവരായിരുന്നു, പറഞ്ഞു പരത്തുന്നവരായിരുന്നു. അപ്പോൾ ഏറെക്കുറെ മനസ്സിലായി ദാവീദിന് ചുറ്റും നിൽക്കുന്നവരാരായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ദാവീദ് ആദ്യമേ ഈ വിഷയങ്ങൾ ഉണ്ടപ്പോൾ മനുഷ്യരുടെ മുമ്പിലേക്ക് തിരിയാഞ്ഞത്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോയത്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ചുറ്റുപാടും നിൽക്കുന്ന ആൾക്കാരുടെ തിക്താനുഭവങ്ങളിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ, ദാവീദും ഈ രീതിയിൽ കൂടെ, ഈ വഴികളിൽ കൂടെ കടന്നുപോയതാണെന്ന് മറന്നു പോകരുത്. നമുക്ക് മുമ്പിലുള്ള ഭക്തന്മാർ പലരും ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ പോയവരാണ്. ആ അനുഭവം ഞാനും നിങ്ങളും ഇക്കാലങ്ങളിൽ അനുഭവിക്കുന്നുവെങ്കിൽ, ദാവീദിനെ നടത്തിയ ഒരു ദൈവം നമ്മെയും നടത്തും എന്നുള്ളതും മറന്നു പോകരുത്. ഇവിടെ നാം വായിക്കുന്നു, ഈ
ചുറ്റുപാടും നിൽക്കുന്നവരുടെ യഥാർത്ഥമായ സ്വഭാവവും കപട സ്നേഹവും വ്യാജമായ വാർത്തകൾ ഉണ്ടാക്കുന്നവരെയും മായ ഇച്ഛിക്കുന്നവരെയും പുറകിൽ നിന്ന് കുത്തുന്നവരെയും പുഞ്ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന രീതിയിലുള്ള സ്വഭാവമുള്ളവരെയും കണ്ടെത്തിയ ദാവീദ് അവരോട് പറയുന്ന ഒരു വാചകമുണ്ട്. അതതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവ ഭക്തനെ തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീനെന്ന. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഇതാണ്: എൻ്റെ ചുറ്റും നിൽക്കുന്നവർ എന്നെ അപമാനിക്കുവാൻ നോക്കിയാലും, എൻ്റെ ചുറ്റും നിൽക്കുന്നവർ എനിക്ക് വിരോധമായി സംസാരിച്ചാലും, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം തൻ്റെ ഭക്തനെ തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു. ആ ഒരു വേർതിരിച്ചിരിക്കുന്ന അനുഭവത്തിൽ തൻ്റെ ഭക്തന്മാരെ കരുതുവാനും കാക്കുവാനും പരിപാലിക്കുവാനും വേർതിരിച്ച ദൈവത്തിന് കഴിയും എന്നുള്ളതാണ്. എന്നിട്ട് അവസാനം പറഞ്ഞു നിർത്തുന്ന 4-ാമത്തെ വാക്യം ഇങ്ങനെയാവാം: നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിക്കുക. എൻ്റെ അർത്ഥം, ചുറ്റുപാടും നിൽക്കുന്ന ഏതൊരാളിനോടും ദാവീദിന് പറയുവാനുള്ളത്, പാപം ചെയ്യരുത്, നടുങ്ങുവീൻ, അല്ലെങ്കിൽ ആമേൻ, വലിയ നടുക്കത്തോടുകൂടെ നിൽക്കണം, ഭയപ്പെടണം. കാരണം പാപം ചെയ്താൽ പാപം ചെയ്യുന്ന ദേഹിക്ക് മരണമാണ്. പാപം ചെയ്യുന്ന ദേഹി ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ചുറ്റുപാട് നിൽക്കുന്നവരോട് പറയുന്നതാണ്, പ്രിയ സുഹൃത്തെ, ഇന്ന് ഈ ദിവസം ഏതൊക്കെ വേദനയിലൂടെ കടന്നുപോയാലും ദൈവസന്നിധി നമുക്ക് കരയാം. ആമേൻ. ചുറ്റുപാട് നിൽക്കുന്നവർ എല്ലാം നമ്മുടെ സുഹൃത്തുക്കളല്ല, സ്നേഹിതരല്ല, പ്രാർത്ഥിക്കുന്നവരല്ല. പക്ഷെങ്കിൽ ദൈവം കൈവിടാത്തവനായി കൂടെയുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ഷാജി എബ്രഹാം.